നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നടപടിയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ക്രമക്കേട് നടത്തിയ 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തു. ബീഹാർ നീറ്റ് ക്രമക്കേട് അന്വേഷിക്കാനെത്തിയ CBI സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിൽ 6 പേർ അറസ്റ്റിലായി. അതേസമയം നീറ്റ് UG പുനഃപരീക്ഷ എഴുതിയത് 1563-ൽ 813 വിദ്യാർത്ഥികൾ മാത്രമാണെന്ന് NTA അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയിൽ 1563 പരീക്ഷാർത്ഥികളിൽ 813 പേർ മാത്രമാണ് പരീക്ഷ എഴുതാനെത്തിയത്. ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹരിയാന, മേഘാലയ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച കണ്ടെടുത്ത ഗുജറാത്തിൽ ഒരു വിദ്യാർത്ഥി പോലും പുനഃപരീക്ഷയ്ക്കെത്തിയില്ല. മേഘാലയയിൽ 230-ഉം ഹരിയാനയിൽ 207-ഉം ഛത്തീസ്ഗഡിൽ 313 വിദ്യാർത്ഥികളും പരീക്ഷയ്ക്കെത്തിയില്ല. അതിനിടെ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയ 63 വിദ്യാർത്ഥികളെ NTA ഡീബാർ ചെയ്തു. ഗുജറാത്തിലെ ഗോദ്രയിൽ 30-ഉം ബീഹാറിൽ 17-ഉം വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി. നീറ്റ് ക്രമക്കേട് അന്വേഷിക്കാനെത്തിയ CBI സംഘത്തിന് നേരെ ബീഹാറിലെ നവാഡയിൽ ആക്രമണം ഉണ്ടായി. സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ കോച്ചിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ക്രമക്കേടുകളിൽ ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ നീറ്റ് UG ക്രമക്കേടിന് കാരണം NTA ആണെന്ന് കുറ്റപ്പെടുത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്തെത്തി. പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുള്ള കോച്ചിംഗ് സെന്ററുകളാണെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം ആരോപിച്ചു. നീറ്റ് പരീക്ഷാ വിവാദത്തിന് ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിരുന്നു. പാർലമെന്റ് നടപടികൾ ആരംഭിക്കാനിരിക്കെ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.